അസ്സലാമു അലൈക്കും. നമുക്കറിയാം, പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മം പൂർത്തിയായിക്കൊണ്ട് അവരുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും അവരുടെ സ്വപ്നങ്ങളുമൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ഹാജിമാർ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ കൊല്ലം പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മം ചെയ്യാനായി പരിശുദ്ധ ഹറമിലേക്ക് എത്തിയത്. അത്തരത്തിൽ ആ ഹജ്ജ് കർമ്മം പൂർത്തിയായിക്കൊണ്ട് ഓരോ ഹാജിമാരും നാട്ടിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ചു കളഞ്ഞൊരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം ലക്നൌവിൽ സംഭവിച്ചത്. 240ഓളം ഹജ്ജ് യാത്രികരുമായി ഇന്ത്യയിലെ ലക്നൌവിലേക്ക് അവിടെ ലാൻഡ് ചെയ്ത വിമാനത്തിന് പെട്ടെന്ന് തീപിടിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു വാർത്ത നമുക്കൊന്ന് കേൾക്കാം. സൗദി എയർലൈൻസിന്റെ വിമാനം, അതായത് SV3112 എന്ന വിമാനം ജിദ്ദയിൽ നിന്നും ഇന്നലെ രാത്രി 10:45 പുറപ്പെട്ടത്. ലക്നൌവിലെ വിമാനത്താവളത്തിൽ രാവിലെ 6:30 ലാൻഡ് ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായതായിട്ട് അറിയിക്കുന്നത്. ഇടത് ചക്രത്തിന്റെ ഭാഗത്തു നിന്നും തീയും പുകയും ഉയർന്നതായിട്ടാണ് അധികൃതർ ആദ്യം കണ്ടത്. തുടർന്ന് വിമാനം ഈ ലാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് പൈലറ്റ് ഈ വിമാനം നിർത്തി പ്രത്യേക വശത്തേക്ക് മാറ്റുകയും ഈ 250 ഹജ്ജ് യാത്രികരാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ എയർപോർട്ടിലെ അടക്കം സുരക്ഷാ ജീവനക്കാരെത്തി ഫോമും വെള്ളവും ഉപയോഗിച്ച് ഈ തീ കെടുത്താൻ വേണ്ടി അവർക്ക് സാധിച്ചു. എല്ലാവരെയും വളരെ പെട്ടെന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ വേണ്ടി സാധിച്ചു. പെട്ടെന്നുണ്ടായ ഈ ഒരു ഇടപെടലിലൂടെ ഒരു ദുരന്തത്തിനുള്ള സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചു എന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ക്ഷമിക്കുക, 240 അല്ല 250ഓളം ഹജ്ജ് യാത്രികർ ആ വിമാനത്തിലുണ്ടായിരുന്നു. ആ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വിമാനത്തിൻ്റെ ടയറിൽ തീപിടുത്തമുണ്ടായി എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അത്തരത്തിൽ തീപിടുത്തമുണ്ടായ സമയത്ത് ആ വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റിൻ്റെയും അതോടൊപ്പം ആ വിമാനത്താവളത്തിലുണ്ടായിരുന്ന രക്ഷാപ്രവർത്തകരുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും ഒക്കെ കൃത്യമായ ഇടപെടൽ കാരണത്താൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായി മാറിയത്. തീ മാത്രമല്ല, പുകയും ആ വിമാനത്തിനടിയിൽ നിന്നും ഉയർന്നിരുന്നു. തീയും പുകയും ഒക്കെ ഉയർന്ന സമയത്ത് ഉടൻ തന്നെ വിമാനം അടിയന്തരമായി നിർത്തിയ ശേഷം യാത്രക്കാരെ മുഴുവനും അതിനകത്തു നിന്നും ഒഴിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം തീ ഉടനെ കെടുത്തിയതിനാൽ വലിയ അപകടം ഒഴിവായി മാറി. വിമാനത്തിലെ യാത്രക്കാരെല്ലാവരും സുരക്ഷിതരാണ്. ഹൈഡ്രോളിക് സംവിധാനത്തിലെ ചോർച്ചയാണ് തീ ഉയരാൻ കാരണമെന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 250 ഹാജിമാരും സുരക്ഷിതരായിരിക്കുന്നു. നോക്കൂ, ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അഹമ്മദാബാദിലെ വിമാനത്താവളത്തിൽ നിന്നും UK പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം ദുരന്തമായി മാറിയത്. ആ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരും, അതിൽ ഒരു വ്യക്തി മാത്രം ഒഴിച്ച് എല്ലാവരും മരണപ്പെടുകയായിരുന്നു. വല്ലാതെ ദുഃഖത്തിലാഴ്ത്തിയ, വളരെയധികം പ്രയാസപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു അത്. ആ വിമാനത്തിൽ ഒരുപാട് കൊച്ചുകുട്ടികളുണ്ടായിരുന്നു. അതോടൊപ്പം ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി വിദേശത്തേക്ക് പോയി തങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി യാത്ര ചെയ്തവർ. അങ്ങനെ ഒരുപാട് പേർ അതിനകത്തുണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും തകർത്തുകൊണ്ടായിരുന്നു ആ ദുരന്തമുണ്ടായത്. മരണം ഏതു വിധത്തിലാണ്, എങ്ങനെയാണ് കടന്നു വരുന്നത് എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. അത് ഏതു രൂപത്തിൽ, എങ്ങനെ, എപ്പോൾ വേണമെങ്കിലും നമ്മുടെ അടുത്തേക്ക് മരണം വന്നെത്തിച്ചേരാം. അത്തരത്തിലുള്ള വിമാന ദുരന്തത്തിൻ്റെ ആ വളരെയധികം ദുഃഖിപ്പിക്കുന്ന ആ ഒരു വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെയായിരുന്നു ഈ സൗദി എയർലൈൻസിൻ്റെ, അതും 250ഓളം ഹജ്ജ് യാത്രികരുമായി വന്ന ആ വിമാനത്തിൽ തീയും പുകയും ഉയർന്നുവെന്നുള്ള ആ ഒരു ഞെട്ടിപ്പിക്കുന്ന ആ ഒരു വാർത്ത നമ്മളെല്ലാവരും കേട്ടത്. നോക്കിയൊരു വാർത്ത കേൾക്കുമ്പോൾ നമ്മളെല്ലാവരെയും വളരെയധികം ദുഃഖത്തിലാഴ്ത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് വിമാന ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 100 കണക്കിനോളം ഹാജിമാർ മരണപ്പെട്ടു പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹാജിമാരെയും കൊണ്ട് യാത്ര ചെയ്തിരുന്ന വിമാനങ്ങൾ പല വർഷങ്ങളിലായി പല രാജ്യങ്ങളിൽ പലയിടങ്ങളിലായി തകർന്നു വീഴുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. അതിൽ 2 വിമാന ദുരന്തങ്ങളും ഉണ്ടായത് ഇന്തോനേഷ്യയിലാണ്. ഇതിനകത്തുണ്ടായിരുന്ന മുഴുവൻ ഹാജിമാരും മരണപ്പെട്ടു. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ആ ഒരു ഹജ്ജ് കർമ്മം ചെയ്തതിനു ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിലാണ് പലപ്പോഴും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മരണത്തെ സംബന്ധിച്ച് താൻ പിടികൂടാൻ പോകുന്ന വ്യക്തി ഹജ്ജ് ചെയ്തവനാണോ, ഹജ്ജ് ചെയ്ത് കഴിഞ്ഞു മടങ്ങി വരുന്നവനാണോ, കറുത്തവനാണോ, വെളുത്തവനാണോ, പാവപ്പെട്ടവനാണോ, പണക്കാരനാണോ, അങ്ങനെ ഒരു വ്യത്യാസവുമില്ല. പക്ഷപാതമില്ലാതെ എല്ലാവരെയും മരണം പിടികൂടുന്നു. ഇതോടൊപ്പം ഹജ്ജ് കർമ്മത്തിനായി യാത്ര പുറപ്പെട്ടവരിൽ ഒരുപാട് ആളുകൾ പരിശുദ്ധ മക്കയിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഒരു മുസ്ലിം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ എക്കാലത്തെയും ആഗ്രഹമാണ് മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും
അള്ളാഹുവിൻ്റെ ആ ഒരു ഭവനത്തെ കൺകുളിർക്കെ കാണുക എന്നുള്ളത്, പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്നുള്ളത്, ഹജറുൽ അസ്വദ് ചുംബിക്കുക എന്നുള്ളത്, അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന മദീന പള്ളിയിൽ ചെന്നുകൊണ്ട് ആ മുത്തുനബി തങ്ങളോട് ഒന്ന് സലാം ചൊല്ലുക എന്നുള്ളത്. പക്ഷേ ആ ഒരു അനുഗ്രഹങ്ങൾ അള്ളാഹു ചില ആളുകൾക്ക് മാത്രമാണ് നൽകാറുള്ളത്. അത്തരത്തിൽ എക്കാലത്തെയും തങ്ങളുടെ ആഗ്രഹമായ ഹജ്ജ് ചെയ്യണമെന്നുള്ള ആ വലിയ ആഗ്രഹം പൂർത്തീകരിക്കാനായി പരിശുദ്ധ ഹറമിലേക്ക് എത്തുകയും ഹജ്ജ് കർമ്മം ചെയ്തതിനു ശേഷം അവിടെ വെച്ച് മരണപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരുപാട് വാർത്തകൾ നാം എല്ലാവരും കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനിടയിൽ 4ഓളം മലയാളികളായ സഹോദരങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു എന്നുള്ള വാർത്ത നമുക്ക് എല്ലാവർക്കും കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. മരണപ്പെട്ടവരുടെ കബറിടങ്ങൾ ആ പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലാണ് കബറടക്കം ചെയ്തത്. നോക്കി എത്ര ഭാഗ്യം ചെയ്തവരാണിവർ. നമുക്കറിയാം, ജനിച്ചാൽ എന്തായാലും ഒരു ദിവസം മരണമുണ്ടാകും. പക്ഷെ മരണപ്പെടുന്ന സമയത്ത് നമ്മുടെ മയ്യത്തുകളടക്കം ചെയ്യുന്നത് ആ പരിഭാവനമായ ഭൂമിയിലാണ് എന്നുണ്ടെങ്കിൽ അതിലേറെ വലിയ സന്തോഷം വേറെ എന്താണുള്ളത്? അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന ഒരുപാട് സ്വഹാബാക്കളുടെയും നബിതങ്ങളുടെയും പുണ്യമാക്കപ്പെട്ട ആ പാരസ്പർശമേറ്റ ആ മണ്ണിൽ അവിടെ അവസാനമായി തങ്ങളുടെ മയ്യത്തിനെ അടക്കാൻ ഏതു മുസ്ലിമാണ് ആഗ്രഹിക്കാത്തത്? അത്തരത്തിലുള്ള വലിയ അനുഗ്രഹങ്ങൾ, വലിയ സൗഭാഗ്യമാണ് ഈ സഹോദരങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അത്തരത്തിലായിരുന്നു റുക്കിയ അഹമ്മദ് കുഞ്ഞ് എന്ന് പറയുന്ന ഒരു സഹോദരി. അവർ പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലേക്ക് ഈ വർഷം ഹജ്ജ് കർമ്മത്തിനായി യാത്ര പുറപ്പെട്ടു. കാസർഗോഡ് സ്വദേശിയായ റുക്കിയ എന്ന് പറയുന്ന ഈ സഹോദരി, അവർ പരിശുദ്ധമായ ഹജ്ജ് കർമ്മമെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം നബിതങ്ങൾ അന്തിയുറങ്ങുന്ന മദീന പള്ളിയിലേക്ക് സന്ദർശനം നടത്താതിരിക്കുന്ന സമയത്താണ് അവർ മരണപ്പെട്ടു പോകുന്നത്. ഹൈ ഡയബറ്റിക്കും അതോടൊപ്പം ന്യൂമോണിയയും കൂടി ബാധിച്ചതാണ് അവരുടെ മരണത്തിന് കാരണം. നാഥന്റെ വിളിക്ക് ഉത്തരം നൽകി ഹജ്ജിനെത്തിയ ആ സഹോദരി അതേ നാഥന്റെ മറ്റൊരു വിളിക്ക് കൂടി ഉത്തരം നൽകി അവർ യാത്രയായിരിക്കുന്നു. ഹറം മസ്ജിദിൽ വെച്ചുകൊണ്ട് മയ്യിത്ത് നിസ്കരിക്കുകയും അവരെ പിന്നീട് മക്കയിൽ കബറടക്കുകയും ചെയ്തു. അതോടൊപ്പം കഴിഞ്ഞ ദിവസം മരണപ്പെട്ട കല്ലമ്പലം സ്വദേശിനിയായ ഫർസാന എന്ന് പറയുന്ന ഒരു സഹോദരി, ഇവരും ഇതുപോലെ തന്നെ ഹജ്ജ് കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം മദീനയിലേക്ക് പോകാനിരിക്കുന്ന സമയത്താണ് മരണം സംഭവിക്കുന്നത്. കല്ലമ്പലം നാവായിക്കുളത്തുള്ള സുബൈർ ഹാജിയുടെ മകളാണ് 35 വയസ്സുള്ള ഫർസാന എന്ന് പറയുന്ന ഈ സഹോദരി. തന്റെ ഭർത്താവ് സഫീറിനൊപ്പമാണ് ഇവർ ഹജ്ജിനായി എത്തിയത്. ന്യൂമോണിക്കൊപ്പം കോവിഡ് കൂടി ബാധിച്ച് മരണപ്പെട്ട ഈ സഹോദരിയുടെ കബറടക്കം ഹറമിൽ വെച്ച് നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. അതോടൊപ്പം പരിശുദ്ധ ഹജ്ജ് കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ആരിഫ എന്ന് പറയുന്നൊരു സഹോദരി കാസർഗോഡ് സ്വദേശിയാണ്. അവർ മരണപ്പെടുകയുണ്ടായി. 59 വയസ്സുള്ള ഈ സഹോദരി ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത്. അവരുടെ മയ്യത്തിനെയും ആരും കൊതിക്കുന്ന മക്കയിലെ മണ്ണിൽ കബറടക്കം ചെയ്തു. നോക്കിയതുപോലെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇതെന്റെ ശ്രദ്ധയിൽപ്പെട്ട ചില വാർത്തകൾ മാത്രമാണ് ഞാൻ വായിച്ചത്. ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു എല്ലാവർക്കും സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മം ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.